ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ 2 സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 കപ്പ് സവാള ചെറുതായി കുത്തിയരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതും ഇട്ട് വഴറ്റുക. ഈ ഒനിയനിലെ വെള്ളമെല്ലാം ഒന്ന് വലിയുന്നത് വരെ വഴറ്റുക. അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് നന്നായി വഴറ്റി അതിൽ പച്ചമണം പോകുന്നവരെയും വഴറ്റണം. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി മതി, അത് കട്ട് ചെയ്തതും ഒരു പിടി മല്ലിയിലയും ഒരു 1/4 കപ്പോളം വരും അത്രയും മല്ലിയിലയും കട്ട് ചെയ്തത് ഇതിലേക്കിട്ടിട്ട് വഴറ്റിയിടണം. ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നവരെയും തക്കാളിക്ക് ഒന്ന് മയപ്പെടുന്നവരെയും വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയും കൂടിയിട്ടാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നതാണ്. പെപ്പർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർക്കണം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കണം. പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉപ്പ് നമുക്ക് സവാള വഴറ്റുന്ന ടൈമിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിന് പാകത്തിനുള്ള ഈ വെജിറ്റബിൾസിന് മാത്രം പാകത്തിനുള്ള ഉപ്പ് കൊടുക്കുക. ഞാനിതിലേക്ക് ബീഫാണ് ചേർക്കുന്നത്. ബീഫ് ഓൾറെഡി ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പാകത്തിനുള്ള മാത്രം സോൾട്ട് ചേർക്കുക. ചെക്ക് ചെയ്തതിന് ശേഷം ചേർക്കുക. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് ചൂടാറി കഴിയുമ്പോൾ അത് മിക്സിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ബീഫാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം. ഇതിനോട് ശരിക്കും യോജിച്ച് വരുന്ന ബീഫാണ്, അതാണ് അതിൻ്റെ ടേസ്റ്റും. ബീഫ് കഴിക്കില്ലാത്തവർക്ക് ചിക്കൻ ചേർത്തും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ബീഫ് ഓൾറെഡി ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ഒന്ന് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഒരുപാട് വേണ്ട, വെറും 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം, പച്ചവെള്ളം ചേർത്താൽ മതി. പച്ചവെള്ളം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയും ഈ ബീഫും എല്ലാം കൂടി ഒന്ന് കമ്പൈനായി കിട്ടും. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ വെള്ളം വലിയുന്നവരെ, ആ വെറ്റ്നെസ്സൊക്കെ ഒന്ന് മാറുന്നവരെ ചെറിയ തീയിൽ ഇത് വെച്ച് ആ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞ് മസാല എല്ലാം ഒന്ന് ഡ്രൈ ആയി യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ഞാൻ സമൂസ ഷീറ്റ് കട്ട് ചെയ്ത് അതിനുള്ളിലാണ് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സമൂസ ഷീറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ക്രോസായിട്ട് വെച്ചിട്ട് അതിൻ്റെ സെൻട്രലിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് അപ്പുറേന്ന് ഇപ്പുറേന്ന് ഇതുപോലെ വീഡിയോ കാണുന്നമാരും മടക്കി മൈദയുടെ പശ വെച്ച് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം മറ്റേ സൈഡ് ഞാൻ കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത്, അത് വെറുതെ ഒന്ന് ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പോലെ ഒട്ടിച്ചാലും മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്നുള്ളൂ. എന്നിട്ട് മൈദപ്പശ തേച്ചിട്ട് ആ സൈഡും 2 വശവും ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ ഷീറ്റും ഇതുപോലെ ചെയ്ത് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് പോരാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം ഇതുപോലെ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് കോരി എടുക്കാം. ഇത് നമുക്കല്ലാതെ പാൻ കേക്ക് പോലെ മൈദ കലക്കി പാൻ കേക്ക് പോലെ ഉണ്ടാക്കി അതിനുള്ളിൽ ഈ ഫില്ലിങ് വെച്ച് ചുരുട്ടി ഇതുപോലെ ചെയ്യാം. അതിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അടുത്ത സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതൊരു പഴം കൊണ്ടുള്ള സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ ഷുഗറും 1 പിഞ്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിലേക്ക് നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്റർ ഉണ്ടാക്കുന്നതിൽ മിക്സ് ചെയ്യണം. വെറുതെ വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യണം. അതിലേക്ക് ഒരു കോഴിമുട്ടയും 1/4 കപ്പ് പാലും ചേർക്കണം.
അതാണ് നമ്മൾ പഴംപൊരിയുടെ ബാറ്ററിനെ മാറ്റി നിർത്തി ഉണ്ടാക്കുന്ന അതാണ്. ഇതിലേക്ക് ഇപ്പോൾ നമ്മളൊരു കോഴിമുട്ട ഒഴിക്കും, ഒരു 1/4 കപ്പോളം കാൽ കപ്പിൽ താഴെ പാലൊഴിക്കണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിന് പാകത്തിനുള്ള നമ്മുടെ ബാറ്ററിന് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർക്കണം. അതായത് നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററില്ലേ അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളവും ചേർത്ത് മൊത്തം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസാണ്. ഇത് മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രംസ് പൊടിച്ച് വേറൊരു പാത്രത്തിലേക്ക്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് പിന്നെ കോക്കനട്ടാണ്. ബ്രെഡ് ക്രംസ് ഇട്ടതിൽ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഇടണം. അത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോക്കനട്ട് എടുത്ത് ഓവനിലോ അല്ലെങ്കിൽ പാനിലോ ഇട്ട് അത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നമ്മുടെ സാധാ പച്ച തേങ്ങയുടെ ആ വെറ്റ്നെസ്സൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്താണ് ഇത്. അതൊരു 1/4 കപ്പോ 1/2 കപ്പോ എടുത്ത് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. നല്ല ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഈ ബ്രെഡ് ക്രംസിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് പഴം അരിഞ്ഞിട്ട് ആ ബാറ്ററിൽ ആദ്യം മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പഴം ഞാൻ 8 പീസായിട്ടാണ് അരിയുന്നത്. തീരെ തിന്നായിട്ട് അരിഞ്ഞാലും പറ്റില്ല. അപ്പോൾ ഒരു പഴം ഒരു 8 പീസാക്കാം. നമുക്ക് ഹാഫാക്കി കട്ട് ചെയ്തിട്ട് അതൊരു 4 പീസാക്കാം. അടുത്ത വശവും 4 പീസാക്കി ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് എടുക്കുക. ഓരോ പീസും നമ്മളുടെ മൈദയുടെ ബാറ്ററിലും ആദ്യം മൈദയുടെ ബാറ്ററിൽ കോട്ട് ചെയ്യുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കോക്കനട്ടും ബ്രെഡ് ക്രംസൊക്കെ ഇതിൻ്റെ അകത്ത് പിടിക്കാൻ പാകത്തിന് കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ബാറ്ററിന് എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ പഴംപൊരിയിൽ ഇതൊന്നും ചേർക്കാറില്ലല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായി തിളച്ചതിന് ശേഷം തീ അല്പം ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം ഇതിടാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡിൻ്റെ ഒരു പുറം ഒന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിലുള്ള ബനാന വേവുമില്ല എന്ന് വെച്ചാൽ ഒരു മയം വരില്ല. അപ്പം നമ്മൾ ആദ്യം ഒന്ന് നന്നായിട്ട് എണ്ണ തിളച്ചിട്ട് തീ ഒന്ന് സിമ്മിലിട്ട് ഇത് ഓരോന്നും ഇങ്ങനെ എടുത്തിടുക. പിന്നെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് തീ അല്പം കൂട്ടിയിട്ടിട്ട് കോരിയെടുക്കുക. അപ്പോൾ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ട് നല്ലൊരു ടേസ്റ്റുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുട്ട, പാല്, കോക്കനട്ട്, ബ്രെഡ് ക്രംസ് എല്ലാം ചേർന്നേക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്നതിൽ നിന്ന്. എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യുക. കമൻറ്റും അറിയിക്കുക. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ പഴത്തിൻ്റെ പീസുകളും ഇതുപോലെ എണ്ണയിലിട്ട് കുറച്ച് തീയിൽ അല്പം നേരം എണ്ണയിൽ കുറച്ച് നേരം ഇടുക. തീ അല്പം താത്തിയിട്ടിട്ട് കുറച്ച് നേരം ഇട്ടതിന് ശേഷം തീ കൂട്ടിയിട്ടിട്ട് കോരിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ഫ്രൈ കിട്ടും. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകളും അറിയിക്കണം. എന്നാലാണ് എനിക്കിനിയും വീഡിയോ ഇടാൻ തോന്നുള്ളൂ. എല്ലാവരും ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണം.